ഹൗസിനുള്ളിൽ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. ഇപ്പോൾ ബി ഹൗസിനുള്ളിൽ നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാണുന്നവരാണെച്ചെങ്കിൽ നിങ്ങൾക്കറിയാം. കാരണം ഇപ്പോൾ പഴയ ആൾക്കാർ ഔട്ടായി പോയവരൊക്കെ ഇപ്പോൾ ഹൗസിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഫിനാലെ അടുക്കാനായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ ഉള്ളിലുള്ളവർക്കും ഭയങ്കര താല്പര്യമാണ്. അതേപോലെ തന്നെ ഉണ്ടായ അവർ നല്ല രസത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ചെയ്തത്. അനുവും ശൈത്യയും തമ്മിലുള്ള പ്രശ്നം അവർ സംസാരിച്ച് തീർക്കാൻ വേണ്ടി ശൈത്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അനു പറഞ്ഞു, എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് കിടക്കണ നേരത്തൊക്കെ സംസാരിക്കാമെന്ന് അനു ശൈത്യനോട് പറഞ്ഞു. പക്ഷേ ശൈത്യ അത് കേൾക്കാണ്ട് എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുകയും തുടർന്ന് അനു പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ആ ടോപ്പിക് എടുത്തിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിനുശേഷം ശൈത്യ കുറേ കാര്യങ്ങൾ അലമ്പാക്കി പറയുകയാണ് ചെയ്തത്. നീ കാരണം എനിക്ക് പുറത്ത് ഭയങ്കര ബാഡ് ഇമേജാണ്, നിൻ്റെ PR തന്നെയാണ് എൻ്റെ PR-ഉം, അതേപോലെ തന്നെ നിൻ്റെ PR ആയിട്ടുള്ള അവൻ എന്നെ ട്രോളിക്കൊണ്ട് കട്ടപ്പാന്നും അതേപോലെ തന്നെ പുറകിൽ നിന്ന് കുത്തണതും അങ്ങനെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല എന്നൊക്കെ ശൈത്യ അവിടെ പറയുന്നുണ്ട്. ഇവർ രണ്ടാളും ബി ഹൗസിനുള്ളിലേക്ക് വന്നപ്പോൾ ഭയങ്കര കൂട്ടും കാര്യങ്ങളായിരുന്നു ശൈത്യ അനുമോളും. അപ്പം അതുകൊണ്ട് തന്നെ അനുമോൾ അവളുടെ സീക്രട്ടും ആര്യനായിട്ടുള്ള ഒരു സീക്രട്ട് കാര്യങ്ങളും ശൈത്യയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ശൈത്യ അനുവും തെറ്റിയപ്പോൾ ശൈത്യ അത് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എടുത്തിടേനുണ്ടായത്. തുടർന്ന് പിന്നെ അവർ തമ്മിൽ ഫ്രണ്ട്സ് അല്ലാണ്ട് സംസാരിക്കാണ്ടിരിക്കുകയും അതേപോലെ തന്നെ പോണ നേരത്തെ അനുവിനോടൊന്നും സംസാരിക്കാണ്ടാണ് ശൈത്യ പോയത്. അതിന് അത്രയൊക്കെ ചെയ്ത ശൈത്യ ഇപ്പം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബ്ലെയിം ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്തത്. അനുവിൻ്റെ PR കാരണം അവൾക്കൊരു തൊഴിലില്ല, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ മറ്റുള്ളവരെ എന്താ പറയുക കൺഫ്യൂഷൻ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും അനുവിന് നല്ല സപ്പോർട്ടാണ്. കാരണം ശൈത്യയുടെ സ്വഭാവം എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ശൈത്യ ഇതേപോലെ തന്നെ അനുവിനോട് ഒരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേണമെങ്കിൽ അനുവിന് അവളെ തെറ്റുകാരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും അനു ചെയ്യാണ്ട് അനു അത് മനസ്സിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത്. അനു ആരെയും കുറ്റപ്പെടുത്താൻ ഇതിനൊന്നും നിന്നിട്ടില്ല ബി ഹൗസിനുള്ളിൽ. അവൾ മനുഷ്യനാണ്, കുറച്ച് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് ശൈത്യയുടെ പോലെ ഇത്രയും വിയേർഡായിട്ടുള്ള ക്യാരക്ടറുള്ള ആൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് കുറച്ച് പേരുണ്ട് അതിൽ. ഇപ്പം ഇനിയും കുറച്ച് പേരൊക്കെ വരാണ്ട്. ആര്യൻ, ബിന്നി, അതേപോലെ തന്നെ ഇപ്പം ഔട്ടായ സാബുമോൻ, അതേപോലെ തന്നെ കുറച്ച് പേരും കൂടി ബി ഹൗസിനുള്ളിൽ കയറാണ്ട്. ജിസേല്, ഒനീല്, അങ്ങനെ കുറച്ച് പേരും കൂടി ബി ഹൗസിനുള്ളിൽ കയറാണ്ട്. അപ്പോൾ ഈ ശൈത്യ അനുവും തമ്മിലുള്ള ശൈത്യ എന്നിട്ട് പറയുന്നുണ്ട്, അനീഷേട്ടനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു, ഇവള് കാരണം അതും കൂടി ഇല്ലാണ്ടാക്കി. അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ ഇപ്പോഴും നല്ല മനുഷ്യൻ തന്നെയല്ലേ. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ അത്ര അധികം നേരം വേണോ? അതവർ രണ്ടാളും പറഞ്ഞത് സോൾവ് ആക്കും ചെയ്തു. ഇതിപ്പോൾ പുറത്തുനിന്ന് വന്നവർക്കാണ് ഇപ്പം മൊത്തത്തിൽ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അവർക്കില്ലാത്ത വിഷമം എന്തിന് നിങ്ങൾക്ക്? അതേപോലെ തന്നെ എന്താ ബാക്കിയുള്ളവർക്കൊന്നും അനീഷും അനുവും എന്തായാലും ഫൈനലിൽ ഉണ്ടാവും. അവരെന്തായാലും ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ അനു ആയിരിക്കും മേ ബി കപ്പടിക്കുക. കാരണം മിക്കവാറും എൻ്റെ തോട്ട് അങ്ങനെയാണ്. കാരണം അവർക്ക് നല്ല സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവർ നല്ല ഗെയിമേഴ്സുമാണ്. അതുകൊണ്ട് അവർ രണ്ടാളും ഇങ്ങനെ കപ്പടിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇനി ആ കൂടി 4-5 ദിവസമുള്ളൂ ഫിനാലേക്ക്. അനീഷ് ടോപ്പ് 5 വരുന്നത് ഇഷ്ടപ്പെടാത്ത കുറേ കുരുപൊട്ടി സാധനങ്ങളാണ് ഇപ്പോൾ ഔട്ടായി പോയവർ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ എൻട്രി എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത്രയും വൃത്തികെട്ട കണ്ടസ്റ്റൻസ് ആയിരുന്നു പോയത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്തായാലും നല്ല രീതിക്ക് ബിഗ് ബോസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ എന്നാൽ ശരി എന്നാൽ.